നോക്ക്, ബഹുമാനപ്പെട്ട ഹബീബുന അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീന ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാനത്തിൽ ഇസ്ലാമിനെതിരെയുള്ള, മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള, അവിടെ മദീനയിൽ പോലും താമസിക്കാൻ പറ്റാത്ത വിധം, ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്താൻ പറ്റാത്ത വിധം എതിരാളികളെ അടക്കി നിർത്താൻ വേണ്ട സന്ദർഭത്തിൽ നടത്തിയ എത്രയോ യുദ്ധങ്ങളുണ്ട്. പുന്നാര നബി തങ്ങൾ പങ്കെടുത്ത ഗസ്വ, അള്ളാഹിൻ്റെ ഹബീബ് തങ്ങൾ പങ്കെടുക്കാത്ത ചെറിയ സൈനിക നടപടികൾ, അക്കൂട്ടത്തിൽ നബി തങ്ങൾ പങ്കെടുക്കാത്ത ഒരു ശരീഅത്താണ് മുഅത്തത്തിൽ വെച്ച് നടന്ന മുഅത്തത്ത് യുദ്ധം. ആ മുഅത്ത യുദ്ധത്തിൽ 2 ലക്ഷത്തോളം വരുന്ന എതിരാളികളുണ്ട്. കേവലം 3000 വരുന്ന സ്വഹാബാക്കളാണ്. 3000 വരുന്ന സ്വഹാബാക്കൾക്കെതിരിൽ സർവായുധര വിഭൂഷിതരായ, അവിടുത്തെ ഭൂമിശാസ്ത്രം മുഴുവൻ അറിയുന്ന, എവിടെ തുടങ്ങണമെന്നറിയുന്ന, എവിടെ ഒളിക്കണമെന്നറിയുന്ന 2 ലക്ഷത്തോളം വരുന്ന സൈന്യങ്ങൾക്കെതിരെ പുന്നാര നബി തങ്ങളെ കൊന്നത് കേവലം 3000 സ്വഹാബത്തിനെ. അള്ളാഹുവിൻ്റെ ഹബീബ് മദീനത്ത് വെച്ചവരയക്കുമ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങളെയും സയ്യിദ് ഇബ്നു ഹാരിസത്ത് തങ്ങളെയും ഇവരും അമീറുമാരായി, സൈന്യാധിപന്മാരായി മാറണം. ഓരോരുത്തർ ഒരാൾക്ക് ശേഷം ഒരാൾ, ജഅഫർ എന്നവർ, സെയ്ദ് എന്നവർ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്നവർ, ഇവർ മാറി മാറി ഒരുത്തർക്ക് ശേഷം ഒരാൾ പതാക വഹിക്കട്ടെ എന്ന വസിയ്യത്തോടുകൂടെ ആരംഭ നബി തങ്ങൾ മദീനത്ത് വെച്ച് ഈ സ്വഹാബത്തിനെ യാത്രയക്കുന്നു. സ്വഹാബാക്കളെ യാത്രയച്ച് അവർ ശത്രുക്കളുടെ അടുത്തേക്കെത്തി. യുദ്ധം നടന്നു, യുദ്ധം തുടങ്ങി. ആദ്യം നേതൃത്വം വഹിച്ചു ജഅഫർ എന്നവർ നേതൃത്വം വഹിച്ചപ്പോൾ ആ ജഅഫർ എന്നവരുടെ നേതൃത്വത്തിൽ യുദ്ധം നടന്നെങ്കിലും ശത്രുക്കളെ ഓടിക്കാനോ ആർക്കെങ്കിലും വിജയം വരിക്കാനോ കഴിഞ്ഞില്ല. ജഅഫർ എന്നവരെ 2 പിളർപ്പാക്കിയിട്ട്, കൈയും അതുപോലെ കൈകളും ശരീരവുമൊക്കെ പിളർപ്പാക്കിയിട്ട് ശത്രുക്കൾ അവിടെ വെച്ച് നശിപ്പിച്ചു കളഞ്ഞപ്പോ, കൊന്നു കളഞ്ഞപ്പോ, വധിച്ചു കളഞ്ഞപ്പോ പതാക വഹിക്കുന്നത് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ. സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളവറുകളെയും ശത്രുക്കൾ കൊന്നുകളഞ്ഞു. വിശദമായ കഥയല്ല വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് എന്നവരാണ് 3ാമതായിട്ട് പതാക വഹിച്ചത്. 3 പേരെയും കൊല്ലപ്പെട്ടു. 3 പേരും ഷഹീദായി. ആരംഭ നബിതങ്ങൾ മദീനത്ത് വെച്ച് പറയുകയാണ് സ്വഹാബാക്കളോട്, അതാ എൻ്റെ 3 അമീറുമാർ, 3 സ്വഹാബാക്കൾ അതാ സ്വർഗത്തിലേക്ക് പറക്കുകയാണ്, സ്വർഗത്തിൽ വിശ്രമിക്കുകയാണ്. പുന്നാര നബികൾ മദീനത്ത് വെച്ച് കാണുമ്പോൾ സ്വഹാബത്തിനിക്ക് വിവരം നൽകുമ്പോൾ സ്വഹാബത്തിന് മുഅത്തത്തിലുള്ള സംഭവങ്ങളൊക്കെയും അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങളവറുകളെ ആ 3000-ൽ ബാക്കിയുള്ളവർ ഒരുമിച്ച് കൂടിയിട്ട് നേതാവാക്കിയിട്ട് മഹാന്റെ സൂത്രം കൊണ്ടാണ് മുഅത്തത്ത് യുദ്ധത്തിൽ വെച്ച് സ്വഹാബാക്കൾക്ക് നാശങ്ങളില്ലാതെ ശത്രുക്കളെ ഓടിക്കാൻ കഴിഞ്ഞതും, അതുപോലെ തന്നെ ആൾനാശം വലുതായില്ലാതെ മദീനയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞതും ചരിത്ര സംഭവം അങ്ങനെയാണ്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ആരംഭ ഹബീബായ നബി തങ്ങൾ ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ജഅഫർ എന്നവരും ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങളും അതുപോലെ തന്നെ ഇബ്നു ഹാരിസത്ത് എന്നവരും സ്വർഗത്തിൽ വിശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർ നല്ല ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ്, ഇരുന്ന് വിശ്രമിക്കുകയാണ്. ആ ഇരുന്ന് വിശ്രമിക്കുന്ന ഈ 3 ആളുകളെയും ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഖാല റസൂലുള്ളാഹി. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് സ്വഹാബത്തെ. ജഅഫർ എന്നവർ ഇരുന്നതും സയ്യിദ് ഇബ്നു ഹാരിസത്ത് എന്നവർ ഇരുന്നതും ഒരേ ദറജയിലും ഡിഗ്രിയിലുമാണ്. എൻ്റെ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് ഇരുന്നത് ഒരൽപ്പം അവരെക്കാൾ പിന്തിയിട്ടാണ്. ഒരൽപ്പം പിന്തര മൂപ്പർക്കുണ്ട്. സ്വഹാബാക്കള് ചോദിക്കുന്നു, എന്താണിങ്ങനെ? അതൊന്നുമല്ല, 3 കർമ്മങ്ങളൊന്നാണ്. മുഅത്തത്ത് എന്ന യുദ്ധത്തിൽ
മൂന്നാളും തങ്ങളുടെ നിർദ്ദേശപ്രകാരം പതാക വഹിച്ചുകൊണ്ട് ശത്രുക്കളുടെ വെട്ടേറ്റ് ഷഹീദായവരാണ്. പക്ഷേ ജഅഫർ എന്നവരെ കൊല ചെയ്യപ്പെട്ടപ്പോൾ, സെയ്ദ് ഇബ്നു ഹാരിസത്ത് എന്നവരെ കൊല ചെയ്യപ്പെട്ടപ്പോൾ, രണ്ട് സൈന്യാധിപരെയും കൊല ചെയ്യപ്പെട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങളല്ലേ പിടിക്കേണ്ടത് കൊടി? മൂപ്പരുടെ മനസ്സിലേക്ക് വരുന്ന രണ്ടു ചിന്തകൾ. രണ്ടാളും മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവരെപ്പോലെ തന്നെ ഞാനിപ്പം ഷഹീദാവും, ഞാനിപ്പം മരിക്കും എന്ന് പിശാചിൻ്റെ ഒരു ചെറിയ ചിന്ത മഹാന്റെ മനസ്സിലേക്ക് പിശാച് ഇട്ടുകൊടുത്ത്. പക്ഷേ പെട്ടെന്ന് തട്ടിക്കളഞ്ഞു. ഇദാ മസ്സഹും ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ. ശരിയായ മുത്തഖികളും ശരിയായ വിശ്വാസികൾക്കും പൈശാചികമായ വല്ല ദുർബോധനങ്ങളും തീണ്ടിയാൽ, പിശാചിന്റെ വല്ല ദുർബോധനവും ഏറ്റാൽ, തദക്കറൂ, അവർ ഓർമ്മിക്കും ഇത് പിശാചിൻ്റെതാണ്. ഉൾക്കാഴ്ചയോടുകൂടാതെ തട്ടിക്കളയും. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങൾ ഈ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ, ഞാനും ഇപ്പോൾ ഇറങ്ങേണ്ടത് ഇവരെപ്പോലെ ഷഹീദാവാൻ, രക്തസാക്ഷിത്വം വഹിക്കാനുള്ള ആ പാതയിലേക്കല്ലേ എന്ന ഒരു ചിന്ത. മറ്റൊന്ന് പിന്നിൽ ഒരു നേതാവിൻ്റെ പിന്നിൽ അണിനിരക്കും പോലെയല്ല മുന്നിൽ നിൽക്കൽ ഉത്തരവാദിത്വ ബോധമാണത്. ഇനി എൻ്റെ കഴുത്തിലല്ലേ ഉത്തരവാദിത്വം. ഈ രണ്ടാളുകൾക്ക് നിറവേറ്റാൻ പറ്റാത്ത സംഗതി എനിക്ക് ആകുമോ എന്ന വല്ലാത്ത ഒരു ചിന്ത പിടികൂടിയപ്പോ ഒരൽപ്പം അറച്ചുപോയി. പക്ഷേ മൂപ്പര് പെട്ടെന്ന് പറഞ്ഞതെന്താണ്? സ്വന്തം ശരീരം അറച്ചപ്പോ, ശരീരം അടികാട്ടിയപ്പോ, അഖ്സംതു യനഫുസു ലതൻസീലിന്ന ലതൻസിലിന്ന ഔ ലതുക്റഹിന്ന. എൻ്റെ ശരീരമേ, നിനക്കിറങ്ങലാണ് നല്ലത്. ശരീരത്തോട് മൂപ്പറ് പറയുകയാണ്, നിനക്കിറങ്ങലാണ് നല്ലത്. നീ യുദ്ധത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ പിടിച്ചു ഞാൻ ഇറക്കും, നിർബന്ധിതമായിട്ട് ഞാൻ ഇറക്കും. നീ മരിക്കുവാനാണ് ഇറങ്ങുന്നതെന്ന് നീ ബേജാറാവണ്ട. കാരണം എപ്പോഴെങ്കിലും ഒരിക്കലും മരിക്കണ്ടേ. ജഅഫർ എന്നവർ പോയ പോലെ, സെയ്ദ് ഇബ്നു ഹാരിസത്ത് തങ്ങൾ പോയ പോലെ നീയും പോകണം. ഇറങ്ങാനാ പറഞ്ഞത് നഫ്സേ, എൻ്റെ ശരീരമേ, ആണയിട്ട് ഞാൻ പറയുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരറപ്പ് വന്നതിൻ്റെ പേരിലാണ് സ്വർഗത്തിലെ ഈ ദറജ കുറഞ്ഞതെന്ന് ഖാല റസൂലുള്ളാഹി. ആരംഭപ്പൂവായ അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം